ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകളെങ്കിലും വിചാരിക്കും, എന്താ വില കിട്ടാനാ, എനിക്കെന്ന വിലയാ, ഞാൻ ഇന്ന നിലയിലാണ് ജീവിക്കുന്നത്, ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഇത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനൊന്നുമില്ല, പിന്നെ എന്നാ വിലയാ. എന്നാൽ മറ്റു ചിലർ ചിന്തിക്കുന്ന അങ്ങനെയല്ല. എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ, എൻ്റെ ബാക്കി ചില പശ്ചാത്തലങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ, അങ്ങനെ പലതും നിരത്തി വെച്ചിട്ട് അവർ പറയും, എനിക്ക് വില കൽപ്പിക്കാതിരിക്കാനുള്ള കാര്യം എന്താ? അത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലൊക്കെ പറയും. അതവിടെ കിടക്കട്ടെ. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നമുക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഉണ്ട് ദൈവവേദനയെ, തീർച്ചയായിട്ടും നമുക്ക് വിലയുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. തുടർന്നുള്ള ചിന്തകൾ ശ്രദ്ധിച്ചാട്ടെ. ഇന്നും നമുക്ക് യേശുവിനോട് കൂടി യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരുവനെ വിലയുള്ളവനാക്കുന്നത് അവനിൽ കുടികൊള്ളുന്ന വെളിച്ചമാണ്. വെളിച്ചമില്ലെങ്കിൽ പിന്നെ യാതൊരു വിലയുമില്ല. വിലപിടിപ്പുള്ള ഒരു വസ്തു, അതിൻ്റെ വിലയൊന്ന് തിരിച്ചറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഇരുട്ടത്തിരിക്കുകയാണെങ്കിലോ, അത് വെളിച്ചത്ത് കൊണ്ടുവന്നെങ്കിലേ അതിൻ്റെ വില അറിയൂ. അങ്ങനെയാണെങ്കിൽ നമ്മിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ വിലയില്ലാത്തതിൻ്റെയും വിലയുള്ളതിൻ്റെതും ഒക്കെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ആരംഭമായിട്ട് തന്നെ പറയട്ടെ, നിങ്ങളെ ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് കുറേ നാൾ ജീവിച്ച് തീർത്തിട്ട് മടങ്ങിപ്പോകാനല്ല, മറിച്ച് ചിലർക്കെങ്കിലും ഒരു കൈത്തിരി വെളിച്ചം പകർന്നിട്ട് മടങ്ങിപ്പോകാനാ. അതാഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി കാത്തിരിക്ക്, പരിശ്രമിക്ക്, പ്രാർത്ഥിക്ക്. നിങ്ങളിലൂടെ തന്നെ ചിലർക്ക് ദൈവിക വെളിച്ചം പകരപ്പെടുക തന്നെ ചെയ്യും. നമ്മളെക്കൊണ്ട് ഒന്നും കഴിയില്ല എന്ന ചിന്ത മാറ്റിവെക്കണം. എനിക്ക് ഇത്രേ പറ്റൂ എന്ന ചിന്ത മാറ്റിവെക്കണം. ഒട്ടും കാഴ്ചയില്ലാത്ത ഒരാൾ ഒരിക്കൽ രാത്രിയിൽ തൻ്റെ തപ്പിത്തടഞ്ഞ് നടക്കാൻ ഉപയോഗിക്കുന്ന വടിയും കൂടെ ഒരു കൈവിളക്കുമായി യാത്ര ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ എന്തിനാണ് വിളക്ക് കൊണ്ട് നടക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, വിളക്ക് എനിക്ക് വേണ്ടിയല്ല, ഈ വിളക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആരും എന്നെ തട്ടി വീഴുകയില്ലല്ലോ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രതിഭയായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. അമേരിക്കക്കാർ അദ്ദേഹത്തെ ബെൻ എന്ന ഓമന പേരിലായിരുന്നു വിളിച്ചിരുന്നത്. സഹോദര സ്നേഹം എന്ന അർത്ഥം വരുന്ന ഫിലദൽഫിയ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം പാർത്തിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ പോലെ പുരോഗമനമൊന്നുമില്ലായിരുന്നു. അവിടെ വെളിച്ചം പോലും രാത്രിയിൽ ഉണ്ടാകണമെങ്കിൽ അവനവൻ്റെ വീടുകളിലുള്ള വെളിച്ചമേ ഉള്ളൂ. വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ എവിടെയും ഇല്ലായിരുന്നു. വൈദ്യുതി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. രാത്രി യാത്രക്കാർക്കൊക്കെ വലിയ പ്രയാസമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചു കാണും. എന്നാൽ ബെൻ ചെയ്തെന്താണെന്നോ, തൻ്റെ വീടിന് മുമ്പിൽ ഒരു കൈവിളക്ക് കെട്ടിത്തൂക്കി. രാത്രിയിൽ ഒരു റാന്തൽ വിളക്ക്. സന്ധ്യ കഴിഞ്ഞ് തൻ്റെ വീടിന് മുമ്പിലൂടെ പോകുന്നവരൊക്കെ അത്രയും ആ വെളിച്ചത്തിൻ്റെ പരിധിയിൽ ആശ്വാസമുള്ളവരായി പോകാറുണ്ട്. അവരൊക്കെ വിചാരിച്ചു, ഇങ്ങനെയാണെങ്കിൽ നമുക്കും ഇതൊന്ന് പരീക്ഷിച്ചാൽ എന്താ? അങ്ങനെ ഓരോ കുടുംബങ്ങളും ഓരോ വീട്ടുകാരും അവരുടെ വീടിൻ്റെ വാതിക്കൽ ചെറിയ റാന്തലുകൾ കെട്ടിത്തൂക്കി രാത്രിയിൽ പ്രകാശം കൊടുത്തു. അങ്ങനെ പട്ടണം മുഴുവൻ പ്രകാശപൂരിതമായി. നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ നമുക്ക് ഒരു $10 കോടി ഒന്നിച്ച് ചിലവാക്കി ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ ഇല്ലെന്ന് വന്നേക്കാം. അതിനുള്ള ആസ്തി നമുക്കില്ലെന്ന് വന്നേക്കാം. അതിനുള്ള സ്വാധീനം, അങ്ങനെയുള്ള അത്രത്തോളം വലിയൊരു എമൗണ്ട് സ്വരൂപിക്കത്തക്ക നിലയിലുള്ള യാതൊരു കൂട്ടുകെട്ടും നമുക്കുണ്ടായെന്ന് വരില്ല. പക്ഷേ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, നിങ്ങളിലൂടെ വെളിച്ചം പകരപ്പെട്ട് ചിലർക്ക് അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. നിങ്ങൾക്കതിന് കഴിയണം. നമ്മുടെ സ്വന്തം ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പറഞ്ഞ്, ഏതെങ്കിലുമൊക്കെ ഒഴികഴിവുകളൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ വരട്ടെ. നിങ്ങളുടെ ഉത്തരവാദിത്തം തിരിച്ചറിയുക. ചില ആളുകളുടെയൊക്കെ ഉയർച്ച കണ്ട്, അവരുടെ വളർച്ചയും പ്രശസ്തിയും ഒക്കെ കണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം, നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിലാണവർ, നമുക്കൊരിക്കലും ജീവിതത്തിൽ അങ്ങനെ കഴിയില്ല. എന്നാൽ അവരോട് ചോദിച്ചു നോക്കൂ, അവർ പറയും, പിന്നാമ്പുറത്ത് ഒരുപാട് കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ കഥകളുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വലിയ പദവിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. ലോകത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ കെട്ടിടം ഉൾപ്പെടെയുള്ള ഏത് കെട്ടിട സമുച്ചയവും ഓരോ ഇഷ്ടിക വെച്ച് കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ്.
നിങ്ങൾക്ക് വെളിച്ചം നൽകിയിട്ടില്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ പറയില്ലായിരുന്നു. ഗിരിപ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മൾ വായിച്ച ഈ വാക്യം. അതിലിങ്ങനെ തന്നെയാണ്: നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം, നിങ്ങൾക്ക് തന്ന വെളിച്ചം പ്രകാശിക്കണം, നിങ്ങൾക്ക് തന്ന വെളിച്ചം വെളിപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് എത്ര ശോചനീയമായ അവസ്ഥയിലാണെങ്കിലും, എത്ര പരിതാപകരമായ അവസ്ഥയിലാണെങ്കിലും, നിങ്ങൾ പകച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ വചനത്താൽ ശക്തി പ്രാപിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ശക്തി പ്രാപിച്ച് മുന്നേറുക. നിശ്ചയമായും നിങ്ങളിലുള്ള വെളിച്ചം വെളിപ്പെടാതിരിക്കില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ഓരോ വ്യക്തികളും അവിടുന്ന് പകർന്നിരിക്കുന്ന വെളിച്ചം അത് വെളിപ്പെടുത്തത്തക്ക നിലകളിൽ ഓരോരുത്തരും സഹായിക്കും.